ചേപ്പാട് PMD UP സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. KC വേണുഗോപാൽ MP ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യം മാനവിക മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കുക എന്നതാണെന്നും സ്വതന്ത്രമായി പ്രവർത്തിക്കാനും സേവനം നൽകാനുമുള്ള അവസരം രാജ്യത്ത് നിഷേധിക്കുന്ന സ്ഥിതി തിരുത്തപ്പെടേണ്ടതാണെന്നും MP പറഞ്ഞു. ചേപ്പാട് PMD UP സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. KC വേണുഗോപാൽ MP ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യം മാനവിക മൂല്യങ്ങളെ ഊട്ടിയുറപ്പിക്കലാണെന്ന് MP പറഞ്ഞു. സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനും സേവനം നടത്തുവാനുമുള്ള അവസരം ഇല്ലാതാകുന്ന രാജ്യത്തെ ഇപ്പോഴത്തെ സ്ഥിതി തിരുത്തപ്പെടേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് നേരെ ഹീനമായ അതിക്രമമാണ് ഉണ്ടായത്. വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് കന്യാസ്ത്രീകൾ. ആതുര ശുശ്രൂഷ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ക്രൈസ്തവ മിഷണറിമാർ നടത്തിയ സേവനം വിലമതിക്കാനാവാത്തതാണെന്നും ഇവയെല്ലാം രാജ്യം തിരിച്ചറിയപ്പെടേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക്, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ വിലപ്പെട്ട സംഭാവനകൾ നൽകി അനുമോദിക്കുന്നതിന് പകരം, അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്നതിന് പകരം ബ്രാൻഡഡാക്കി മാറ്റിയിട്ട് അവരെ ആക്രമിക്കപ്പെടുന്നത് അങ്ങേയറ്റത്തെ സങ്കടകരമായ കാര്യമാണ് എന്നുള്ള കാര്യം ഞാനോട് സൂചിപ്പിക്കണം. യഥാർത്ഥത്തിൽ നമ്മുടെ മിഷണറിമാർ തുടങ്ങിയിട്ടുള്ള വിദ്യാഭ്യാസ മുന്നേറ്റം ഇന്ന് ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലും നടത്തിക്കൊണ്ടുപോകാൻ കാണിക്കുന്ന താല്പര്യം ആതുര ശുശ്രൂഷ രംഗത്തും അതുപോലെ പ്രയാസം അനുഭവിക്കുന്നതിനെ സഹായിക്കുന്നവരുടെ കാര്യത്തിൽ പോലും സഹായം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എനിക്ക് പറയാനുള്ളത് പേടിയാണ്, ഭയമാണ് ഇന്ന് രാജ്യത്തെല്ലാവർക്കും. ഞാനൊരു അച്ഛനോട് സംസാരിച്ചു, ആ അടിയേറ്റ് അച്ഛനോട്. പോലീസ് സ്റ്റേഷനിൽ പോയോ ചോദിച്ചു, പോലീസ് സ്റ്റേഷനിൽ പോകാൻ ധൈര്യമില്ല എന്നാണ് അച്ഛൻ പറയുന്നത്. പോലീസ് സ്റ്റേഷൻ അച്ഛനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പോലീസ് സ്റ്റേഷനിൽ പോയാൽ വീണ്ടും ആക്രമണമാണ്. ഈ നാട് നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യം, ജാതിയും മതമൊക്കെ വേറെ വേറെയാണ്. നമുക്ക് ഒന്നിച്ച് ജീവിക്കാനും നല്ലതായിട്ട് മനുഷ്യരോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടി പ്രവർത്തിക്കാനും കിട്ടുന്ന ഒരു അവസരം പോലും ഇല്ലാതാക്കുന്ന ഒരു കാലത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതല്ലേ, തിരുത്തിക്കാനുള്ള പോരാട്ടം നടത്തേണ്ടതല്ലേ എന്നാണ് ഞങ്ങളുടെയൊക്കെ ഉറച്ച വിശ്വാസം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഞാനിത് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഈ വിദ്യാലയം 110ഓളം വർഷം മുൻപ് തുടങ്ങിയ വിദ്യാലയമാണ്. അന്ന് 110 വർഷം മുമ്പിലത്തെ ഇവിടുത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്തരമൊരു വിദ്യാലയം മുൻകൈ എടുത്തുകൊണ്ട് എത്ര പേർക്ക് വിദ്യാഭ്യാസം നടത്താൻ പറ്റിയിട്ടുണ്ടാവും, എത്ര കുടുംബങ്ങളിലേക്ക് അറിവിന്റെ വെളിച്ചമെത്തിയിട്ടുണ്ടാവും. ഇതുപോലെ എത്രയെത്ര വിദ്യാലയങ്ങൾ, ഇതുപോലെ എത്രയെത്ര കലാലയങ്ങൾ, എത്രയെത്ര പ്രൊഫഷണൽ കോളേജുകൾ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കാതെ അവരെ മോശമാക്കി തിരികരിക്കുന്ന പ്രവണത ഉണ്ടാകുമ്പോൾ സമൂഹം ഒറ്റക്കെട്ടായിട്ട് നല്ലത് ചെയ്യുന്നവരുടെ പിന്നിൽ അണിനിരക്കണം എന്നാണ് എനിക്ക് വിനയപൂർവ്വം ഈ വേളയിൽ അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യം അതാണല്ലോ, മാനവികതയുള്ള നല്ല പൗരന്മാരെ സൃഷ്ടിച്ചെടുക്കുക. കേവലം ഡിഗ്രി ഉണ്ടാക്കുക, ജോലി വാങ്ങിക്കുക, ഇതൊക്കെ നമ്മുടെ ലക്ഷ്യങ്ങളാണ്. പക്ഷെ ഡിഗ്രിക്കും ജോലിക്കും അപ്പുറത്തേക്ക് നല്ല മനുഷ്യരെ ഉണ്ടാക്കുക എന്നുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം എന്നെ വളരെ സ്പർശിച്ച ഒരു സംഭവം നൂറനാടുണ്ടായി. നിങ്ങൾക്കറിയാം, രമേശ് ചെന്നിത്തല MLA മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ബിജി ജോൺ അധ്യക്ഷത വഹിച്ചു. ദേവാലയങ്ങളോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ ഉണ്ടായിരുന്നതായ കാലഘട്ടം ഏറെ ധന്യമായി സ്മരിക്കുകയാണ്. ഇന്ന് ഇന്ത്യയിൽ ഗ്രാമങ്ങളിൽ വിദ്യയുടെ അല്പ വെളിച്ചം, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ചെന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയിലെ മിഷണറിമാരിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് എന്നുള്ളത് ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഏറെ താല്പര്യത്തോടെ നമ്മുടെ ഈ ഇടവകയിൽ പ്രവർത്തിച്ചു വരുന്നതായ ചേപ്പാട് പഞ്ചായത്തിൽ ആലപ്പുഴ ജില്ലയുടെ ക്രമീകരണങ്ങളുടെ ഭാഗമായി നിലകൊള്ളുന്നതായ ഈ PMD UP സ്കൂൾ ഭാഗ്യസ്മരണാർഹനായ ചേപ്പാട് ഫിലിപ്പോസ് മാർ ദിവനാസിയോസ് തിരുമേനിയുടെ നാമധേയത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. 100 വർഷങ്ങൾക്ക് അപ്പുറമായി നിലകൊള്ളുന്നതായ ഈ സ്കൂൾ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ പ്രായമാകുമ്പോൾ ശാരീരികമായ ചില അസ്വസ്ഥതകളൊക്കെ പ്രകടിപ്പിക്കുന്നത് പോലെ ചില അസ്വസ്ഥതകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ സ്കൂളിനുണ്ടായിട്ടുണ്ട്. എന്നാൽ അത് ഏറെ ധന്യമായി സ്മരിച്ചുകൊണ്ട് ഇടവക ഏകദേശം 12 വർഷങ്ങൾക്ക് മുമ്പ് പണിത് ഉയർത്തിയതായ സ്കൂളിലേക്ക് അതിന്റെ ക്രമീകരണങ്ങൾ ഒന്ന് മാറ്റാൻ തക്കവണ്ണമുള്ളതായ പ്രവർത്തനമാണ് ആരംഭിക്കുന്നത്. പുതിയ സ്കൂൾ ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം തന്നെ എല്ലാ ആളുകൾക്കും അനുഗ്രഹകരമായി നിലനിൽക്കുന്നതായ ഈ സ്കൂളിനെ മാനിച്ചുകൊണ്ട് തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്.
അതിന്റെ ഉദ്ഘാടന സമ്മേളനമാണല്ലോ ഇവിടെ നടക്കുന്നത്. ഫാദർ കെ വർഗീസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ജോൺ തോമസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK വേണുകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം തുളസി, ഫാദർ ലീനു തോമസ്, ചാണ്ടി കോശി, ജേക്കബ് തറയിൽ, S. ഗീവർഗീസ്, തോംസൺ, ഷൈനി S. തമ്പി തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ് കായംകുളം.